ഓക്കെ. ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. നമ്മളുടെ സൺഡേ വെൽനസ് സെഷനിലേക്ക് നമ്മൾ കൂടുതൽ ഔപചാരികതകളൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് Q&A ക്വസ്റ്റ്യൻ ആൻസർ സമയത്തോ നമ്മുടെ ഈ ഒരു ജസ്റ്റ് പ്രസന്റേഷന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും നമ്മുടെ സൺഡേ സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമ്മൾ ഇതൊരു വലിയൊരു സെമിനാറോ ക്ലാസ്സോ ഒന്നുമല്ല. വി ആർ ഹാവിങ് സം സീരിയസ് കൺവെർസേഷൻ ഓവർ ഹിയർ. ഹെൽത്തിനെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ഒരു കൺവെർസേഷന്റെ ഭാഗമായിട്ടാണ് എല്ലാ ഞായറാഴ്ചയും 8:30 മണിക്ക് നമ്മൾ ഒരുമിക്കാറുള്ളത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും പോലെ ഈ ആഴ്ചയും നമ്മൾ എല്ലാവരും കൃത്യമായി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിയാം, ഒന്ന് രണ്ട് ദിവസം നമ്മൾ നെല്ലിയാമ്പതിയിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കോ ഒന്നുമില്ലാത്തൊരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. ടി വി ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ടി വി കാണാനൊന്നും സാധിച്ചിട്ടുമില്ല. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇന്നിപ്പോ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഞാനൊരു ന്യൂസ് കണ്ടു. എന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. ഒരു വാർത്തയെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്ടർ എഴുതിയിട്ടുള്ളതാണ്. അതായത് ഒരു കൊച്ചുകുട്ടി കരാട്ടെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് കൊളാപ്സ് ആയി ജീവൻ ആ, നഷ്ടപ്പെട്ടു. എത്ര വയസ്സായിട്ടുള്ള കുട്ടിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും ആ ഒരു വാർത്ത, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ആ കുട്ടി ഒരു ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല കരാട്ടെ പഠിക്കാൻ പോയത്. ആ കുട്ടി ഒരു ദുർബലയായിരുന്നില്ല, വളരെ ഫിറ്റ് ആയിരുന്നു. അതായത് കാഴ്ചയ്ക്ക് നമ്മൾ പുറമേക്ക് കാണുമ്പോൾ ഫിറ്റാണ്, മാർഷ്യൽ ആർട്സ് പഠിക്കുകയാണ്. പക്ഷേ ശരീരത്തിനകത്ത് എന്തോ ഒന്ന് സൈലന്റ് ആയിട്ട് തകരുന്നുണ്ടായിരുന്നു. അതാരും അറിഞ്ഞില്ല. അതേപോലെ തന്നെ ഞാൻ ഇന്ന് കണ്ട മറ്റൊരു ന്യൂസാണ്, ഒരു സെലിബ്രിറ്റി, ഒരു ഫിലിം ആക്ടർ ക്യാൻസർ മൂലം, വളരെ ചെറിയ ഫോട്ടോ ഒക്കെ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ആ, പ്രായമോ മറ്റു കാര്യങ്ങളോ അറിയില്ല. പക്ഷെ വളരെ ഒരു യങ് ആയിട്ടുള്ള ആ, ഒരു ഹാൻസം ഗായ് ആക്ടറാണ്. ക്യാൻസർ ആയിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം മരണപ്പെട്ടതിന്റെ ഒരു വാർത്തയാണ് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്, ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ തന്നെ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ രണ്ട് വാർത്തകളും നമ്മളോട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ന്യൂസുകൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ആരോഗ്യം നാളെ ശ്രദ്ധിക്കാം എന്ന് വിചാരിക്കേണ്ട ഒന്നല്ല. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ ഇന്ന് ഈ സൂമിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആരെങ്കിലും വീട്ടില് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട്? അതായത് സ്വന്തം വീട്ടിൽ, നമ്മുടെ വീട്ടിൽ തന്നെ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖമുള്ള ആരെങ്കിലും ഉള്ള ഒരാള്, അച്ഛനോ അമ്മയോ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ സഹോദരങ്ങളോ, ഈ അസുഖവുമായിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഈ സൂമിനകത്ത്? ജസ്റ്റ് ഒന്ന് സേ ഐ. ഫാമിലിയിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, വീട്ടിൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരൊന്ന് ചാറ്റിൽ ഒന്ന് ആ, ഒന്നൊന്ന് ടൈപ്പ് ചെയ്യും. ഐ ഐ എന്നോ അല്ലെങ്കിൽ ഒന്നൊന്നോ ടൈപ്പ്. യെസ്, യെസ്. വായിച്ചു വായിച്ചു. BP, തൈറോയിഡ്, ഫാറ്റി ലിവർ, PCOD, അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ, ഇപ്പൊ മുട്ടുവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, എട്ട് പേരുണ്ടോ? ഓക്കെ. ഇപ്പൊ കുട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് കുട്ടികൾക്ക് ഒന്നിലും ഒരു ഫോക്കസ് ഇല്ല. യെസ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഫോക്കസ് ഇല്ല, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ട്, മൂഡ് ഡിസ്റ്റർബൻസ് ഉണ്ട്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കുട്ടികൾ ഉറങ്ങുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഫീൽ ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കൂ. ജസ്റ്റ് ഒന്ന് ചാറ്റിൽ രണ്ടെന്ന് ടൈപ്പ് ചെയ്യും.
കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ. എനിബഡി? ആയി. നോക്കൂ, നമ്മൾ ആകെ ഒരു 10-36 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ കുറേ അധികം മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ യഥാർത്ഥ ചിത്രം. ഒരു മെഡിക്കൽ ഫയലെങ്കിലും, ഒരു മെഡിക്കൽ കേസെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല എന്നുള്ളതായിരിക്കും. ഇപ്പൊ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, നമ്മൾ നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോകുന്നു. പക്ഷേ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. ആ ഒരു കൊടുങ്കാറ്റ് വീശുന്നതിന്റെ കാരണമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന്റെ സയൻസ്, നമ്പേഴ്സ്, ഫാക്ട്സ്, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ നമുക്കത് സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യാം, സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കത് കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അത് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. എത്ര പേര് ആദ്യമായിട്ട് ഈ സൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഐ എന്നൊന്ന് ടൈപ്പ് ചെയ്യാവോ, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാവോ, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. എത്ര പേര് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്? യെസ്, യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് സിൻസിനോ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് പ്ലാറ്റ്ഫോമിന്റെ, ഒരു സ്കാൻഡിനേവിയൻ ഹെൽത്ത് ടെക്നോളജി ബേസ്ഡ് കമ്പനിയുടെ, ഒരു സയൻസ് ബേസ്ഡ് കമ്പനിയുടെ ഒരു അവയർനെസ് ക്ലാസിന്റെ ഭാഗമായിട്ടാണ്, ഒരു അവയർനെസ് സെഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഞായറാഴ്ച ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അവസ്ഥ, നമ്മൾ ഈ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു കൊടുങ്കാറ്റ് എന്താണ്, എന്താണ് നമ്മളുടെ ഓരോ മനുഷ്യ ശരീരത്തിനുള്ളിലും ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു 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 ഫയർ എന്താണ്, കൊടുങ്കാറ്റ് എന്താണ്? നിങ്ങൾ ആരെങ്കിലും ഇൻഫ്ലമേഷൻ എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇൻഫ്ലമേഷൻ, പ്രത്യേകിച്ച് പുതുതായിട്ട് വന്ന ആൾക്കാർ. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ഇൻഫ്ലമേഷൻ. എന്താണ് ഈ ഇൻഫ്ലമേഷൻ? ഇപ്പൊ നമ്മളൊരു കയ്യിലൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ ഒരു നീര് വന്ന് ഒരു വീക്കം ഉണ്ടാവും, അല്ലെ? ഒരു ഒരു റെഡിഷ് കളറിൽ വന്ന് ഒരു ഒരു നീർക്കെട്ട് പോലെയൊക്കെ വരും. അതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുക. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വീക്കം. ഇപ്പൊ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു വീക്കം ഉണ്ടാവും, അല്ലെ? ആ വീക്കം യഥാർത്ഥത്തിൽ അത് ആക്ച്വലി അത് നല്ലതാണ്. അത് നമ്മുടെ ശരീരം ഹീലാകുന്നതിന്റെ, ശരീരത്തിന്റെ ഒരു ഹീലിംഗ് മെക്കാനിസം ആണ്. ഓക്കെ. അത് ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു മെക്കാനിസം ആണ്. ഇതിനെ പറയുന്നത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്നാണ്. നമുക്കത് അറിയാൻ പറ്റും. ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും, അത് ഫീൽ ചെയ്യും. മാത്രമല്ല അത് ഭേദമാകുകയും ചെയ്യും. എന്നാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ്. അത് കാണാൻ പറ്റില്ല, അത് ഫീൽ ചെയ്യൂല. പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് സൈലന്റ്ലി നമ്മുടെ ശരീരത്തെ അത് ഡിസ്ട്രോയ് ചെയ്യും, ശരീരത്തെ അത് നശിപ്പിക്കും. നിങ്ങൾ ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന, നേരത്തെ നമ്മൾ ചോദിച്ചപ്പോ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ, ചാറ്റ് ചെയ്ത ഒട്ടുമിക്ക അസുഖങ്ങളും, അതായത് ഹൃദ്രോഗം ഉണ്ടാവുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന അവസ്ഥ കൊണ്ടാണ്. ക്യാൻസർ ഉണ്ടാകുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ മൂലമാണ്. ഡയബറ്റീസ് അടിസ്ഥാന കാരണം ക്രോണിക് ഇൻഫ്ലമേഷനാണ്. അൽസൈമേഴ്സ് ക്രോണിക് ഇൻഫ്ലമേഷനാണ്. ഡിപ്രഷൻ ക്രോണിക് ഇൻഫ്ലമേഷനാണ്. ഈ രോഗങ്ങളൊന്നും തന്നെ പെട്ടെന്ന് വരുന്നതുമല്ല. 10 വർഷം, 15 വർഷം, 20 വർഷം, ഇതൊക്കെ ഉള്ളിൽ വളരെ നിശബ്ദമായി സൈലന്റ് ആയിട്ട് ബിൽഡ് ആവുന്ന അസുഖങ്ങളാണ്. ഒരു പക്ഷേ ആ കരാട്ടെ കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിക്കും ഉള്ളില് ആർക്കും അറിയാതെ ഒരു സൈലന്റ് ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നിരിക്കാം. എന്താണ് ആ ഇൻഫ്ലമേഷന്റെ റൂട്ട് കോസ്? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെടുന്നത്
കോശങ്ങളാലാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് എന്താണ്? കോശങ്ങളാണ്. കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ ടിഷ്യൂസ് ആയിട്ട് രൂപപ്പെടുന്നതും, ടിഷ്യൂസ് ആണ് ഓർഗൻസ് ആയിട്ട് രൂപപ്പെടുന്നു. ഓർഗൻസിലൂടെയാണ് ഓരോ സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നത്. മൊത്തത്തിൽ മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രവർത്തനം യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ ഈ പറയുന്ന കോശങ്ങൾ ആണ് അതിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ്. ഈ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അതിന്റെ ഇന്ധനം എന്ന് പറയാവുന്ന പോഷക സംയുക്തങ്ങളെ വിളിക്കുന്നത് 6 എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് ഇതിന് പറയുക. ഇതിനെ പറയുന്നത് ഒന്നാമത്തേത് കാർബോഹൈഡ്രേറ്റ്സ്, 2 പ്രോട്ടീൻ, 3 ഫാറ്റ്. ഇത് മൂന്നും വലിയ അളവിൽ വേണ്ടതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് എന്നാണ്. നാലാമത് നമുക്ക് വേണ്ടത് വൈറ്റമിൻസ്, അഞ്ചാമത് മിനറൽസ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ കോൾഡ് മൈക്രോ ന്യൂട്രിയൻസ്. ഇത് ചെറിയ അളവിൽ വേണം. പിന്നീട് വെള്ളം വേണം, വാട്ടർ. അതൊരു വൈറ്റൽ ന്യൂട്രിയന്റ് ആണ്. ഇതൊന്നും തന്നെ നമുക്ക് ശരീരത്തിന് നിർമ്മിക്കുന്നതിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഇത് ശരീരത്തിലേക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. ഭക്ഷണവും വെള്ളവും നമ്മൾ കൊടുത്തേ പറ്റൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ വിശപ്പ് അടക്കുക എന്നുള്ളതല്ല. ഈ കോശങ്ങളിലേക്ക്, കോശങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ പോഷകങ്ങളാണ്. ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ കുറവ് വന്നാൽ കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാവും. ക്ലിയർ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഈ കോശങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു മെക്കാനിസമാണ് ഇൻഫ്ലമേഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്? ഈ കോശങ്ങൾക്കുള്ളിൽ ഇൻഫ്ലമേഷൻ നടക്കുമ്പോൾ നമ്മൾ അറിയില്ല. ഓക്കെ, ഞാനൊരു നമ്പർ പറയാം. 47:1. ഈ 47:1 എന്ന് പറയുന്ന നമ്പർ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല. പക്ഷെ ഇത് എന്താണ് എന്നറിയുമ്പോൾ ഇത് നിങ്ങളിൽ ഒരു ഞെട്ടലുണ്ടാക്കും. ഈ 47:1 എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ശരാശരി ഒരാളുടെ ശരീരത്തിലെ omega-6 ഫാറ്റി ആസിഡും omega-3 ഫാറ്റി ആസിഡും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ടത് 1:1 അല്ലെങ്കിൽ 3:1 വരേക്കോ ആണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ ഇന്ത്യൻ ആവറേജ് എന്ന് പറയുന്നത് 47:1 ആണ്. കേരളത്തിൽ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 30:1 ആണ്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഈ റേഷ്യോ? നമ്മളൊക്കെ തന്നെ ഇപ്പൊ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഗൂഗിൾ ജെമിനയിലോ ChatGPT-യിലോ അത്തരത്തിൽ എന്തെങ്കിലും സയന്റിഫിക് അല്ലെങ്കിൽ ടെക്നോളജി ടൂളുകളോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിക്കുക, മനുഷ്യ ശരീരത്തിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന അതിപ്രധാന ന്യൂട്രീഷണൽ റേഷ്യോ എന്താണ്? ഞാൻ ഒന്നുകൂടി പറയാം. മനുഷ്യ ശരീരത്തിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന അതിപ്രധാന ന്യൂട്രീഷണൽ റേഷ്യോ എന്താണ്? ഈ ചോദ്യം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ചോദിച്ചാൽ അത് പറയുന്ന ഒരു റേഷ്യോ ആണ് ഈ omega-6 to omega-3 റേഷ്യോ. ഇത് ഉണ്ടായിരിക്കേണ്ടത് 3:1 വരെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് സാധാരണ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 25:1, 30:1. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ആവറേജ് 47:1 ആണ്. നിങ്ങൾ എത്ര പേര് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ റേഷ്യോനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ജസ്റ്റ് സേ ആയി. ഒന്ന് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റേഷ്യോനെ പറ്റി കേൾക്കുന്ന ആൾക്കാർ എത്ര പേര്? ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. യെസ്, ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം. ഈ ഒരു റേഷ്യോനെ പറ്റി ഒരു ഡോക്ടർ പോലും ഇതുവരെ നിങ്ങളോട് ഈ നമ്പർ പറഞ്ഞിട്ടുണ്ടാവില്ല. ശരിയല്ലേ? നിങ്ങൾ ഒരു ഡോക്ടറും നിങ്ങളോട് ഈ റേഷ്യോനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് പ്രശ്നം. ഈ നമ്പർ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെയും ഈ റേഷ്യോ അറിയാൻ പറ്റും. കാര്യം ഈ റേഷ്യോ തെറ്റിക്കഴിഞ്ഞാൽ ഇത് എവിടെയാണോ തെറ്റുന്നത് അവിടെയുള്ള കോശങ്ങൾ, ടിഷ്യൂസ്, ഓർഗൻസ് ഡാമേജ് ആവും. omega-3, omega-6 എന്ന് പറയുന്നത് ഈ കോശങ്ങൾക്ക് നിർമ്മിക്കാൻ അല്ലെങ്കിൽ കോശങ്ങളുടെ മെംബ്രെയിൻ നിർമ്മിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ: കാർബോ, പ്രോട്ടീൻ, ഫാറ്റ്.
ഈ ഫാറ്റിനകത്ത് ശരീരത്തിന് ആവശ്യമായ നല്ല ഫാറ്റാണ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ് ഈ ഒമേഗ 3യും ഒമേഗ 6. ഇതെന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോശങ്ങൾ മനുഷ്യ ശരീരത്തിനകത്ത് നിർമ്മിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് അതിന്റെ മെംബ്രെയിൻ നിർമ്മിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഫാറ്റാണ്, കൊഴുപ്പാണ് ഈ ഒമേഗ 3യും ഒമേഗ 6. ഇതിൽ ഒമേഗ 6ന്റെ ദൗത്യം എന്ന് പറയുന്നത് അറ്റാക്ക് ആണ്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദേ ആർ ഓൺ അറ്റാക്ക് സൈഡ്. ഒമേഗ 3 എന്ന് പറയുന്നത് പീസ് മേക്കേഴ്സ് ആണ്. അവര് അറ്റാക്കിനെ ഇല്ലാതാക്കുക, സമാധാനിപ്പിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒരേ അനുപാതത്തിൽ വേണം. ഈ ഒമേഗ 6 കൂടുമ്പോൾ അറ്റാക്ക് കൂടും, അത് സമാധാനിപ്പിക്കാൻ ആളുണ്ടാവില്ല, അവിടെ കത്തിച്ചാമ്പലാവും. ഇത് കോശങ്ങളുടെ തലത്തിൽ നമ്മൾ അറിയില്ല, ടിഷ്യൂ ലെവലിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ പതിയെ പതിയെ ചില ചില സിംറ്റംസ് ഒക്കെ, ലക്ഷണങ്ങളൊക്കെ നമുക്കുണ്ടാവുക. എന്നാൽ ഇതൊരു ഓർഗൻ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു അസുഖമായിട്ട് നമ്മളത് പ്രത്യക്ഷപ്പെടും. അത് ഹാർട്ടിലാണ് ഉണ്ടായതെങ്കിൽ അത് ഹാർട്ടിനുള്ള ഡിസീസ് ആവും, ഹാർട്ട് ഡിസീസ് ആവും. ലിവറിലാണ് ഉണ്ടായതെങ്കിൽ ലിവറിന് ഡിസീസ് ആവും. ഓക്കെ, അപ്പൊ അതാണ് പ്രോബ്ലം. ഒരു പ്രധാന പ്രശ്നം കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒമേഗ 6 കൂടുകയും, ഇതിന്റെ റേഷ്യോ ഒമേഗ 6ന്റെ നമ്പർ കൂടുകയും ഒമേഗ 3 ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ഈ മെംബ്രെയിൻ ഇത് വളരെ കട്ടിയുള്ള ഒരു, എന്താ പറയാ, രൂപത്തിലേക്ക് മാറും. അതായത് വളരെ ഹാർഡാവും. ഇത് ഹാർഡായി കഴിഞ്ഞാൽ ഈ കോശങ്ങളിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊന്നും പ്രവേശിക്കില്ല. അതായത് നമുക്കറിയാം, കാർബോയിൽ നിന്ന് എന്താണ് കിട്ടുക? ഗ്ലൂക്കോസ് ആണ് പ്രധാനമായിട്ടും. ഗ്ലൂക്കോസ് ഫോമിലാണ് ഇത് കോശങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്തിയാൽ, ഗ്ലൂക്കോസ് കോശങ്ങൾക്കുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഈ മെംബ്രെയിൻ ശരിയായ രീതിയിൽ അതിന്റെ പ്രവർത്തനം നടക്കണം. ഇത് ഹാർഡായി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കില്ല. കോശങ്ങളിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത ടോക്സിൻസിനെ പുറന്തള്ളാനും കഴിയില്ല. അപ്പൊ ഗ്ലൂക്കോസിന് പ്രവേശിക്കാൻ കഴിയില്ല, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ പ്രവേശിക്കില്ല, വൈറ്റമിൻസ്, മിനറൽസ് പോലെയുള്ള നമുക്ക് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് അതിന് പ്രവേശിക്കാൻ കഴിയാതെ വരും. ഹോർമോൺ സിഗ്നലിംഗ് നടക്കാതെ വരും. വെള്ളം പ്രവേശിക്കാതാവും. ഓക്സിജന്റെ പ്രവേശനം അസാധ്യമാകും. അപ്പൊ ഇങ്ങനെ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കോശങ്ങൾ കേടാവും. ആ പരിതസ്ഥിതിയിൽ കോശങ്ങൾക്ക് നശിക്കുകയോ അല്ലെങ്കിൽ മാലിഗ്നന്റ് ആവുകയോ ഒക്കെ മാത്രമേ മാർഗുള്ളൂ. അപ്പൊ ഈ കോശങ്ങളുടെ ദ്രവ്യത, ആ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് ക്രോണിക് ഇൻഫ്ലമേഷൻ, ഈ സൈലന്റ് ആയിട്ട് നടക്കുന്ന ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കണമെങ്കിലും ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നമുക്ക് കറക്റ്റ് ആക്കി നിർത്തണമെങ്കിലും നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ ഒരു റേഷ്യോ ഒമേഗ 6 ടു ഒമേഗ 3 റേഷ്യോ 3:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ചോദിക്കുമ്പോൾ, നിങ്ങൾ ChatGPT-യിലോ അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനയിലൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റേഷ്യോ എന്ന് പറയുന്നത് ഒമേഗ 6 ടു ഒമേഗ 3 റേഷ്യോ ആണ് എന്നത് അത് ഉത്തരം നൽകുന്നത്. കാര്യം ഇത് ശരിയാക്കിയെങ്കിൽ മാത്രമേ കോശതലത്തിൽ നമുക്ക് ഈ രോഗകാരണങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് അറിയുക? ഇതാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്കിത് മനസ്സിലാക്കാനായിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ വേറെ എവിടെയും പോകണ്ട, ഒരു ആശുപത്രിയിലോ ഒരു ലബോറട്ടറിയിലോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ അടുത്തോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നമ്മൾ ഒരു കിറ്റാണ്. ഈ കിറ്റിനകത്ത് നമുക്ക് നമ്മളുടെ ഫിംഗർ ടിപ്പിൽ നിന്ന്, വിരൽ തുമ്പിൽ നിന്ന് ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുക്കുക. ആ ബ്ലഡ് ഒരു കളക്ട് ചെയ്യാനായിട്ട് ഒരു ഫിൽട്ടർ കളക്ഷൻ യൂണിറ്റ് ആ ഒരു കിറ്റിനകത്ത് ഉണ്ടാവും. അതിലേക്ക് കളക്ട് ചെയ്യുക. അത് സുരക്ഷിതമായിട്ട് അതിൻ്റെ ആ ഒരു പാക്കറ്റിലേക്ക് നമ്മൾ തിരികെ വെക്കുക. എന്നിട്ട് അത് എൻവലപ്പിലിട്ടത് അടച്ചതിന് ശേഷം നമ്മളൊരു കൊറിയറോ, അതിന് മുകളിലൊരു അഡ്രസ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഒരു പ്രീ അഡ്രസ്ഡ് ആയിട്ട് ഒരു എൻവലപ്പാണ്, ഒരു സ്പീഡ് പോസ്റ്റോ ചെയ്യുക. അപ്പൊ ഇതൊരു ഡ്രൈ ബ്ലഡ് സ്പോട്ട് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് ഈ ബ്ലഡ് സാമ്പിൾ കേടാവില്ല എന്നർത്ഥം. ഓക്കെ, അത് സുരക്ഷിതമായിട്ട് നമ്മൾ ആ പൗച്ചിനകത്തേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അത് സീൽ ചെയ്യുക. then നമ്മൾ ആ കവറിലിട്ട് അത് അയക്കുക. ഇത് അയച്ചു കഴിഞ്ഞാൽ ഒരു 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ റിപ്പോർട്ട് ലഭിക്കും. അതായത് ഈ ടെസ്റ്റ് സാമ്പിൾ, ബ്ലഡ് സാമ്പിൾ പോകുന്നത് ഈ ലാബിലേക്കാണ്. നമ്മൾ ഇവിടെ അയക്കുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നിന്ന് ഈ സാമ്പിൾ കളക്ട് ചെയ്ത് അയക്കുന്നത് ഈ ഒരു ലാബിലേക്കാണ്. ചിത്രത്തിൽ കാണുന്ന ലാബാണ് ഇത്. ഓസ്ലോയിലാണ്, നോർവേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലാബ് ഉള്ളത്. ഓസ്ലോ സയൻസ് പാർക്ക് എന്ന് പറയും. സയൻസ് പാർക്കിലാണ് ഈ വിറ്റാസ് എന്ന് പറയുന്ന ലാബ്. ഇവർ ലോകത്തിലെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലബോറട്ടറിയാണ്. ലോകത്തിലെ വലിയ വലിയ സംവിധാനങ്ങളൊക്കെ തന്നെ. ഇപ്പൊ നമുക്കറിയാം, ഒരു ടെസ്റ്റ് ലബോറട്ടറിയിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആധികാരികത എത്രമാത്രം ഉണ്ട്, അത് എത്രമാത്രം ആക്യുറേറ്റ് ആണ്, വളരെ കൃത്യമാണോ ഒന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അത്തരത്തില് ഇത് അക്യുറേറ്റ് ആണോ എന്നതിനുള്ള ഏറ്റവും പ്രധാന ഉത്തരം ഇതാണ്.
ലോകത്തിലെ എല്ലാ വലിയ സംവിധാനങ്ങളും, ഉദാഹരണത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിലും, ഒളിമ്പ്യ ടോപ്പ് ആൻഡ് റിസർച്ച് പോലെയുള്ള സംവിധാനങ്ങളും, ഒപ്പം തന്നെ ലോകത്തിലെ വലിയ യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റീസ്, അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഇവരെല്ലാവരും അവരുടെ റിസർച്ച് അനാലിസിസ് ചെയ്യുന്ന ഒരു ലാബാണ് ഈ ഓസ്ലോ. ഇവിടെയാണ് നമ്മുടെ ബ്ലഡും ടെസ്റ്റ് ചെയ്യുന്നത്. ലോകത്തില് ഒന്നും രണ്ടൊന്നുമല്ല, 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് ബ്ലഡ് സാമ്പിൾസ് ഈ ലാബിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലാബിലേക്ക് നമ്മുടെ ബ്ലഡ് സാമ്പിൾ എത്തിക്കഴിഞ്ഞാൽ അവർ ഈ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യും. നമുക്കത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മെയിൽ ID കൊടുക്കുകയാണെങ്കിൽ മെയിലിലേക്ക് ഒരു ഇന്റിമേഷനും വരും, നിങ്ങളുടെ റിസൾട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഓരോ ടെസ്റ്റിനും ഒരു ID ഉണ്ടാവും. ആ ID ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ റേഷ്യോ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഇന്റേണൽ റേഷ്യോ എന്താണ്. അതായത് ഇപ്പൊ നമുക്കിതൊന്നും അറിയില്ല, നമ്മുടെ ഹെൽത്ത് സ്കോർ നമുക്കറിയില്ല. നമുക്കിപ്പോൾ അറിയാവുന്നത് നമ്മുടെ രോഗങ്ങളുടെ സ്കോർ മാത്രമാണ്. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്ന ഒരു അളവ് മെഷർ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ആരോഗ്യത്തിന്റെ സ്കോർ അല്ല, അതൊരു രോഗത്തിന്റെ സ്കോറാണ്. നിങ്ങളുടെ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ സ്കോറാണ്. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുകയാണെങ്കിൽ അത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ സ്കോറാണ്. നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കുമ്പോൾ അത് ഉയർന്ന റേഞ്ചിലാണെങ്കിൽ അത് ഒരു ലിവറിന്റെ രോഗത്തിന്റെ സ്കോറാണ്. കൊളസ്ട്രോൾ കൂടി നിന്ന് കഴിഞ്ഞാൽ അതും ഒരു രോഗത്തിന്റെ സ്കോറാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ആരോഗ്യത്തിന്റെ സ്കോർ അല്ല. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ സ്കോർ എന്ന് പറയുന്നതാണ് സെല്ലുലാർ ഹെൽത്ത് അസസ്മെന്റ്. ഈ ഒരു സ്കോറാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. ഈ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. രോഗത്തിന്റെ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നത് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് ആരോഗ്യത്തിന്റെ, അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ പടി. നമുക്കറിയണമല്ലോ, നമുക്കിത് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു വണ്ടി നമ്മൾ ഓടിക്കുകയെന്ന് വിചാരിക്കും. ഒരു കാർ ഓടിക്കുന്ന സമയത്ത് ഈ കാറിനൊരു ഡാഷ്ബോർഡ് ഒന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കാർ എത്ര ദൂരം പോകുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ കാറിന്റെ എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുമോ? ഓയിൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമോ? ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ പറ്റുമോ? ഒന്നും അറിയില്ല. ഇപ്പൊ ഒരു ഡാഷ്ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കാർ സമാധാനത്തോടു കൂടി ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിൽ നമ്മുടെ ശരീരമാകുന്ന ഈ ഒരു വാഹനത്തിന്റെ ഒരു ഡാഷ്ബോർഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ടെസ്റ്റാണ് ഈ ബാലൻസ് ടെസ്റ്റ്. ഇതിനകത്ത് നിങ്ങളുടെ കോശങ്ങളുടെ പ്രവർത്തനം, omega-6 to omega-3 റേഷ്യോ എന്താണ്, എത്രയാണ്, ഇത് എത്ര കൂടുതലാണ്, അൺബാലൻസ്ഡ് ആണോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ എന്നത് അറിയാൻ പറ്റും. ഈ കോശങ്ങൾക്ക് രോഗസാഹചര്യങ്ങളെ, അതായത് ഇൻഫ്ലമേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ആ മെക്കാനിസങ്ങളെ, ആ രോഗ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എത്രമാത്രം കഴിവുണ്ട് എന്നതിന്റെ ഒരു പ്രൊട്ടക്ഷൻ വാല്യൂ നമുക്കറിയാൻ പറ്റും. നിങ്ങളുടെ ബ്ലഡിനകത്ത് പ്രത്യേകിച്ച് EPA DHA എന്ന് പറയുന്ന 2 ഫാറ്റി ആസിഡ് എന്തോരമുണ്ട്, എത്ര ശതമാനമുണ്ട് എന്നത് കറക്റ്റ് അറിയാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറാണ്. കാര്യം EPA DHA ബ്ലഡിനകത്ത് 4% താഴെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹൃദ്രോഗം ഉണ്ടാവാനുള്ള സാധ്യത 90% കൂടുതലാണ് എന്നതാണ് പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ. ഞാൻ പറയുന്നത് 30-40 കൊല്ലം മുമ്പത്തെ പഠനമല്ല, വെരി റീസെന്റ് ഫൈൻഡിങ്സ്. 2018-ലും 2020-ലും ഒക്കെ നടന്ന ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത്തരത്തിലൊരു 6ഓളം മാർക്കേഴ്സ്, ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉള്ള ടോട്ടൽ 11ഓളം ഫാറ്റി ആസിഡ്സിന്റെ കൃത്യമായ അനുപാതം, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അൺബാലൻസ്ഡ് ആണെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? അവിടെയാണ് ഈ സ്കാൻഡിനേവിയൻ കമ്പനി അവർ നമുക്കൊരു പരിഹാരം നിർദ്ദേശിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കഴിക്കൂ എന്നുള്ളതല്ല, ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ ഇന്റേണൽ കണ്ടീഷൻ, സോ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ ബോഡി എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നത് അറിയൂ എന്നുള്ളതാണ്. അത് അറിഞ്ഞതിന് ശേഷം ഇത് 120 ദിവസം കൊണ്ട് നമുക്കിത് ബാലൻസിലേക്ക് കൊണ്ടുവരാം എന്നതാണ് ഈ കമ്പനി പറയുന്നത്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയാണ്. ഞാൻ ജോലി തുടങ്ങുന്നതൊക്കെ തന്നെ ഫാർമസി, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ജോലികളിലാണ് നമ്മൾ മുമ്പ് ജോലി തുടങ്ങിയപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ബിസിനസ്സിലേക്കൊക്കെ വന്നത്. സോ ദിസ് ഈസ് മൈ ബാക്ക്ഗ്രൗണ്ട്. ഈ എൻ്റെ ഇത്രയും കാലത്തെ അറിവില്, പരിചയത്തില്
120 ദിവസം കൊണ്ട് നിങ്ങളുടെ റേഷ്യോ കറക്റ്റ് ആക്കി തരാം എന്ന് പറയുന്ന ഒരു കമ്പനിയും ലോകത്തില്ല. അങ്ങനെ ഒരു കോൺഫിഡൻസിൽ പറയുന്നു. കാരണം നമ്മുടെ ഈ സെല്ലുലാർ ഫങ്ഷൻസ് 120 ദിവസം കൊണ്ട് ബാലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ omega 6 to 3 റേഷ്യോ 1:1 വന്നാൽ, omega 3 ഇൻഡെക്സ് 8% മുകളിൽ വന്നാൽ, പ്രൊട്ടക്ഷൻ വാല്യൂ 90% മുകളിൽ വന്നാൽ, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി 3% താഴെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയിൽ നിൽക്കുന്നു, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അർത്ഥം. ആ ഒരു ബാലൻസിലേക്ക് നമുക്ക് 120 ദിവസം കൊണ്ട് തിരികെ കൊണ്ടുവരാം എന്നതാണ് ഈ കമ്പനി പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? കാരണം ഈ കമ്പനി ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. മരുന്നുകളോ കെമിക്കലുകളോ ഉണ്ടാക്കുന്നതിനല്ല അവരുടെ റിസർച്ച്. ഇവർ റിസർച്ച് ചെയ്യുന്നത് ഭക്ഷണത്തിലാണ്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ എന്താണ്, എന്ത് ഭക്ഷണമാണ്, ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ്, ലഭിക്കാത്തത് എന്താണ്, ഭക്ഷണത്തിൽ നിന്ന് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ എന്താണ്. ഇത്തരത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നിലവിലെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഈ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തയ്യാറാക്കിയിട്ടുള്ള, പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫോർമുലേഷനാണ് സിൻസിനോ എസെന്റ് ഓയിൽ അല്ലെങ്കിൽ ബാലൻസ് ഓയിൽ എന്ന് വിളിക്കുന്ന ഒരു ഫോർമുലേഷൻ. ഇതൊരു ഒരു മരുന്നോ മെഡിസിനോ അല്ലെങ്കിൽ ഒരു മാന്ത്രിക, നമ്മൾ സ്നേക്ക് ഓയിൽ എന്നൊക്കെ പറയില്ലോ, സ്നേക്ക് ഓയിലോ ഒന്നുമല്ല. ദിസ് ഇസ് ജസ്റ്റ് എന്താ പറയാ, അൾട്രാ നാച്ചുറൽ ഫുഡ് പ്രിപ്പറേഷൻ. ഓക്കെ, ഒരു 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 ഫുഡ് ഫോർമുലേഷൻ ആണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഫിഷ് ഓയിൽ, ഒലീവ് ഓയിൽ, വൈറ്റമിൻ D, വൈറ്റമിൻ E, ഇങ്ങനെ വളരെ നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട നാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഇതിന്റെ സോഴ്സ് എല്ലാം തന്നെ നാച്ചുറൽ സോഴ്സസും ആണ്. ഓക്കെ, നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇത് ഒരു സ്പൂൺ ഫുൾ ഡെയിലി നമ്മളൊരു 10 ml 12 ml നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ. നിങ്ങളുടെ ശരീരത്തിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈ ഓയിൽ. ഇത് വെറും വയറ്റിൽ കഴിക്കരുത്. ഭക്ഷണത്തിന് ശേഷമോ ഭക്ഷണത്തോടൊപ്പമേ കഴിക്കാവൂ. കാര്യം വെറും വയറ്റിൽ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് ബ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡിസ്കംഫർട്ട് ഒക്കെ ഉണ്ടാക്കും. മാത്രമല്ല അതിന്റെ അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യും. ഇത് കൃത്യമായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഭക്ഷണത്തോടൊപ്പം വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഈ EPA DHA എന്നൊക്കെ പറയുന്ന ഘടകങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, EPA DHA ഒക്കെ കിട്ടാൻ നമുക്ക് മീൻ കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇത് കൂടുതൽ ലഭിക്കുന്നത് മീനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് സപ്ലിമെന്റുകൾ മാർക്കറ്റിലുണ്ടല്ലോ. ഈ മീനിന്റെ പ്രശ്നം, മീൻ ഓയിലിന്റെ പ്രശ്നം, സപ്ലിമെന്റിന്റെ പ്രശ്നമാണെങ്കിലും മീനിന്റെ പ്രശ്നമാണെങ്കിലും നമുക്ക് മതിയായ അളവിൽ EPA DHA, അതായത് ഒരു മനുഷ്യ ശരീരത്തിന്, പ്രത്യേകിച്ച് ഒരു മുതിർന്ന ഒരാൾക്ക് 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാം ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു തെറാപ്യൂട്ടിക് ഡോസേജ്. അതായത് നമുക്ക് അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 3-4 ഗ്രാം ഒക്കെയാണ്. ഇനി ഏറ്റവും ചുരുങ്ങിയത് 2 ഗ്രാമെങ്കിലും നമുക്ക് ലഭിക്കണം മിനിമം. ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെ മീൻ കഴിച്ചുകൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാര്യം അത്ര വലിയ അളവിൽ 100, 200, 300 മീനൊക്കെ നമ്മൾ ഡെയിലി കഴിക്കേണ്ടി വരും. ഇനി അത് ഓയിൽ വാങ്ങി കഴിക്കാം അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ വാങ്ങിച്ച് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ പഠനങ്ങൾ, അതായത് സിൻറ്റഫ് എന്നൊക്കെ പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്, ഈ ഫിഷ് ഓയിലിന്റെ ഒരു പ്രശ്നം അത് വളരെ പെട്ടെന്ന് കേടായി പോകും. ഇപ്പൊ നമ്മൾ മീൻ എടുത്ത് പുറത്തു വെച്ച് കഴിഞ്ഞാൽ മീൻ ചീഞ്ഞു പോകുന്നത് പോലെ ഈ ഓയിൽ വളരെ പെട്ടെന്ന് കേടാവും. ഇത് എയർ കോണ്ടാക്ട് വന്നാൽ മതി. ഇപ്പൊ ഈ ക്യാപ്സൂൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇത് 1 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെയാണ് ഇത് ആക്റ്റീവായിട്ട് നിൽക്കുള്ളൂ, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. ഇതൊരു പക്ഷേ ശരീരത്തിലേക്ക് ഇത് അബ്സോർബ് ചെയ്യുന്നത് ചിലപ്പോൾ 10, 20, 24 മണിക്കൂർ എടുത്തായിരിക്കും എല്ലാ കോശങ്ങളിലേക്കും ഇത് എത്തിച്ചേരാം. എന്ന് വെച്ചാൽ അത്രയും സമയ പീരീഡ് ഇത് കേടായി നിൽക്കില്ല ശരീരത്തിനകത്ത്. സ്വാഭാവികമായിട്ട് ഇത് ഓക്സിഡൈസ്ഡ് ആവും, എന്ന് പറഞ്ഞാൽ കോശങ്ങളിലേക്ക് ഇത് പ്രവേശിക്കാതാവും. അതൊരു ബയോളജിക്കൽ വേസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഷ് ഓയിൽ, അതായത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്, അതായത് ഈ പൊല്യൂഷനൊക്കെ ഒഴിവാക്കാനായിട്ട്, ഹെവി മെറ്റൽസ്, ലെഡ്, മെർക്കുറി പോലെയുള്ള പൊല്യൂഷനൊക്കെ ഒഴിവാക്കാനായിട്ട് ഇവർ ഈ അറ്റ്ലാന്റിക്, ആർട്ടിക് റീജിയനിൽ നിന്നൊക്കെയാണ് ഇവർ ഫിഷ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ആ ഫിഷ് ഓയിൽ എടുത്ത ഉടനെ അതിനെ ഒലീവ് ഓയിലിൽ ബ്ലെൻഡ് ചെയ്യും. അപ്പൊ ഒലീവ് ഓയിലാണ് ഇതിന്റെ പ്രിസർവേറ്റീവ്. വേറൊരു കൃത്രിമമായിട്ടുള്ള ഒരു സാധനങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഈ ഒലീവ് ഓയിൽ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒലീവ് ഓയിലാണ് ഇതിലെ ഓയിലിനെ, ഈ ഫിഷ് ഓയിലിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്.
ഇത് കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരും. ഇതിന്റെ ഗുണനിലവാരം പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതിന് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് കേൾക്കുമ്പോൾ ആ കമ്പനി പറയുന്നതോ അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗിന്റെ ആൾക്കാർ പറയുന്നതോ അല്ലല്ലോ നോക്കേണ്ടത്. ആരാണ്, ഏത് തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്, ആരാണ് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നിശ്ചയിക്കുന്നത്. നമുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ ഒളിമ്പിക്സ് പോലെയുള്ള മേഖലകളിൽ അവർ പോലും പരിശോധിക്കുന്ന സർട്ടിഫിക്കേഷൻസ് ആണ് ഇൻഫോംഡ് സ്പോർട്ട്, ഇൻഫോംഡ് ചോയ്സ്, കൊളോൺ ലിസ്റ്റ്, അതുപോലെ ദ മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ, ഫ്രണ്ട് ഓഫ് ദ സീ, GMP. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ സുരക്ഷിതമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഹയസ്റ്റ് ക്വാളിറ്റി ആൻഡ് കെയർ സർട്ടിഫിക്കേഷൻസിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലും കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക്, 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് ഭക്ഷണം കൊടുത്തു തുടങ്ങിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഇത് കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് നമ്മൾ ഒരു സാധനം കൊടുക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി അത്രമാത്രം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാം. ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, കൊടുത്തേ പറ്റൂ. പ്രായമുള്ള ആൾക്കാർക്ക്, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ കോശങ്ങൾ, ശരീരത്തിൽ ഏകദേശം ഒരു 300-400 ബില്യൺ കോശങ്ങൾ ഓരോ ദിവസവും ശരീരത്തിനകത്ത് പുനഃസൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ പുനർനിർമ്മാണം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അതിനു വേണ്ട റോ മെറ്റീരിയൽ ആണ് ഈ പറയുന്ന ഫാറ്റ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, EPA&DH, പ്രധാനമായും EPA&DH. ഇത് ലഭിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമുക്കതൊരു ഓപ്ഷണൽ അല്ല എന്നർത്ഥം. വേണമെങ്കിൽ കൊടുത്താൽ മതി എന്ന് പറയാൻ പറ്റുന്ന സാധനമല്ല, ഇത് ശരീരത്തിന് ലഭിച്ചേ പറ്റൂ. ഇനി ഇതിന്റെ കുറവ് വന്നാൽ ഉണ്ടാകാവുന്ന രോഗങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇത് ശരിയായ രീതിയിൽ കൊടുത്താൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഇല്ലാതാകും, ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ളത്, അത് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന യൂറോപ്യൻ മോണിറ്ററിംഗ് ഏജൻസിയാണ്. യൂറോപ്പിലെ, യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ഒരു ഏജൻസിയാണ്. അവരുടെ ഒരു അതോറിറ്റിയാണ്. ഓക്കെ, മോണിറ്ററിംഗ് അതോറിറ്റിയാണ്. അവർ പറയുന്നത് 18ഓളം കാര്യങ്ങളാണ്. അതായത് ബ്രെയിൻ ഫംഗ്ഷൻ നോർമൽ ആവണമെങ്കിൽ ഇത് വേണം, ഹാർട്ടിന്റെ ഫംഗ്ഷൻ നോർമൽ ആവണം, ഇമ്മ്യൂൺ ഫംഗ്ഷൻ നോർമൽ ആവണം, വിഷൻ നോർമൽ ആവണം, ടീത്ത് നോർമൽ ആവണം, ഒക്കെ തന്നെ നമുക്കിത് വേണം, അല്ലെങ്കിൽ ഇത് നോർമൽ ആക്കുന്നു എന്നതാണ്. നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ഇൻഫൻസ്, അതായത് ഗർഭസ്ഥ ശിശുവിന്റെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണ്. ബോൺ സ്ട്രക്ചർ കറക്റ്റ് ആവണമെങ്കിൽ ഇത് വേണം. ഓക്കെ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇല്ലാതാക്കണമെങ്കിൽ ഇത് വേണം. ബ്ലഡ് പ്രഷർ ഇല്ലാതാക്കണമെങ്കിൽ, നോർമൽ ആക്കണമെങ്കിൽ ഇത് വേണം. ബ്ലഡ് ട്രൈഗ്ലിസറൈഡ്സ് നോർമൽ ആക്കണമെങ്കിൽ ഇത് വേണം. ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടിയ ആൾക്കാരോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയ ആൾക്കാരോ നിങ്ങൾ ഈ ആന്റി ഹൈപ്പർടെൻസീവ് അല്ലെങ്കിൽ ആന്റി കൊയാഗുലൻസോ നമ്മൾ കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഈ സാധനം ശരിയാക്കി നോക്കൂ. ഒരു പക്ഷേ ഇത് ശരിയായേക്കാം. കാര്യം ഇതെല്ലാം നോർമൽ ആവും എന്നുള്ളതാണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി പറയുന്നത്. അതുപോലെ തന്നെ ലോവേഴ്സ് ആൻഡ് റെഡ്യൂസ് ബ്ലഡ് കൊളസ്ട്രോൾ. 18ഓളം കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് എല്ലാം നമുക്ക് കറക്റ്റ് അറിയാനായിട്ട്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തു, അൺബാലൻസ്ഡ് ആണ്. നമ്മൾ 120 ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകുമെന്നാണ് സിൻസിനോ പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടാം? ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു, നമ്മൾ ഇത് 120 ദിവസം ഫോളോ ചെയ്യുന്നു, ദെൻ യു റീടെസ്റ്റ്. നിങ്ങൾക്ക് രണ്ടാമതൊരു ടെസ്റ്റ് കൂടി എടുക്കാം. നിങ്ങൾ ആദ്യത്തെ ടെസ്റ്റിൽ നിങ്ങൾ ബാലൻസ്ഡ് ആണെങ്കിൽ, നിങ്ങളുടെ റേഷ്യോ ബാലൻസ്ഡ് ആണെങ്കിൽ, നിങ്ങൾ ഈ ടെസ്റ്റ് വാങ്ങുന്നതിന് ചിലവഴിച്ച മുഴുവൻ പൈസയും ഈ കമ്പനി തിരികെ തരും. ഇനി 4 മാസം ഇത് കഴിച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റിൽ ഇത് ബാലൻസിലേക്ക് വന്നിട്ടുണ്ടാവും. 95% ആളുകൾക്കും 4 മാസം കൊണ്ട് തന്നെ ഇത് ബാലൻസിലേക്ക് വരും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും മറ്റ് ഭക്ഷണ രീതികളും ഒക്കെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് 5 മാസമോ 6 മാസമോ ഒക്കെ വേണ്ടി വന്നേക്കാം. ബട്ട് സിഗ്നിഫിക്കൻ്റ് ഒരു ഒട്ടുമിക്ക കേസിൽ 95% കേസസിലും 4 മാസം കൊണ്ട് തന്നെ ഇത് നോർമലിലേക്ക് വരും. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെടാം. അതുകൊണ്ടാണ് ഇതിന് ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ ലോകത്തിൽ വേറെ കമ്പനികളിൽ ഒന്നുമില്ല. പല കമ്പനികളും അവരുടെ പ്രൊഡക്റ്റ് നല്ലതാണ്, പല അവകാശവാദങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ omega-3 സപ്ലിമെന്റ് ഒക്കെ വലിയ ബിസിനസ്സാണ്. $12 ബില്യൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു സെക്ടറാണ് ഈ omega-3 സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 97% സപ്ലിമെന്റ്സും ശരീരത്തിനകത്ത് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ 4 മാസമല്ല 40 മാസം ഇത് എടുത്ത് ടെസ്റ്റ് ചെയ്താലും ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പോണില്ല.
അത് വ്യത്യാസം ഉണ്ടാവാൻ പോണില്ല എന്ന് മാത്രമല്ല, ഈ കഴിക്കുന്ന സാധനങ്ങൾ ശരിയായ രീതിയിൽ അബ്സോർപ്ഷൻ നടക്കുന്നില്ലെങ്കിൽ, ഓക്സിഡൈസ്ഡ് ആയി കഴിഞ്ഞാൽ അതൊരു ബയോളജിക്കൽ വേസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അത് എത്തിച്ചേരുന്നത്. ആ വേസ്റ്റിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതും ശരീരത്തിന് വലിയൊരു ഭാരിച്ച ജോലിയാണ്. അത് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അതിന്റെ ടോക്സിക് എഫക്ട്സ് കൊണ്ടും നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സപ്ലിമെന്റ് വാങ്ങി കഴിക്കുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ടും പഠിച്ചിട്ടും വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കുക, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കറക്റ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ഇൻഫ്ലമേഷനെ പ്രിവെന്റ് ചെയ്യാൻ, ഇത്തരം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എങ്കിൽ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഗട്ടാണ്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, നമുക്ക് രണ്ട് തലച്ചോറുണ്ട്. എത്ര ബ്രെയിൻ ഉണ്ട്? ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ്. നമുക്കൊരു ബ്രെയിൻ അല്ല, നമുക്ക് രണ്ട് ബ്രെയിൻ ഉണ്ട്. ഓക്കെ. മെഡിക്കൽ സയൻസിൽ ഈ രണ്ടാമത്തെ ബ്രെയിനിനെ വിളിക്കുന്നത് എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്നാണ്. ENS, എൻറ്ററിക് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എവിടെയാണ്? നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിലാണ്. നമ്മുടെ ഗട്ടിലുള്ള ബ്രെയിനിനെ വിളിക്കുന്നതാണ് എൻറ്ററിക് നെർവസ് സിസ്റ്റം. അതായത് ഈ ഗട്ടുള്ളത്, ഈ ബ്രെയിൻ ഉള്ളത് നമ്മുടെ ഗട്ടിലാണ്, നമ്മുടെ സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലൊക്കെ ആയിട്ടാണ്. ഇതിനകത്ത് ഏകദേശം 530 മില്യൺ നെർവ് സെൽസ് ഉണ്ട്, ന്യൂറോൺസ് ഉണ്ട്. അതായത് നമ്മുടെ സ്പൈനൽ കോഡിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ന്യൂറോൺസ് നമ്മുടെ ഗട്ടിലുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങളൊരു പരീക്ഷ എഴുതാൻ പോവാന്ന് വിചാരിക്കുക. കുട്ടി, നമ്മൾ പണ്ട് പരീക്ഷയ്ക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. ഈ പരീക്ഷ പോണതിന് മുമ്പ് നമ്മുടെ ഗട്ടിനകത്ത് ചിത്രശലഭങ്ങൾ പറക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? ഒരു ബട്ടർഫ്ലൈ ഫീൽ. ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്യും. നമ്മൾ പറയില്ലേ, വയറിന്റെ ഉള്ളിൽ ഒരു ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അപ്പൊ നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ ടെൻഷനാണ്, അപ്പൊ നമുക്ക് ഭക്ഷണം ദഹിക്കില്ല. അതാണ് ഈ സെക്കൻഡ് ബ്രെയിൻ വർക്ക് ആവുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിനോടും വേണ്ട കമാൻഡ് പോകുന്നത് ബ്രെയിനിൽ നിന്ന് അതാത് കോശങ്ങളിലേക്കാണ്. അതായത് ബ്രെയിനിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത്. പക്ഷെ മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്ക് അല്ല, 90% സിഗ്നൽസും ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്കാണ് പോകുന്നത്. അതായത് ഗട്ട് മാത്രമാണ് തിരിച്ച് സിഗ്നൽ കൊടുക്കുന്നതെന്ന് അർത്ഥം. മറ്റെല്ലാ ഓർഗൻസിലേക്കും അല്ലെങ്കിൽ സെൽസിലേക്കും ടിഷ്യൂസിലേക്കും ബ്രെയിനിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ പോകുന്നതെങ്കിൽ, ഗട്ടിന്റെ കാര്യത്തിൽ മാത്രം തിരിച്ചാണ്. അതായത് നിങ്ങളുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത് ഗട്ടാണ് എന്നാണ് അർത്ഥം, നോട്ട് ദി അതർ വേ. ഇനി ചില കെമിക്കൽസിനെ കുറിച്ച്, അതായത് ബ്രെയിൻ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഹോർമോൺസ് എന്നൊക്കെ പറയുന്ന സെറട്ടോണിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സെറട്ടോണിനൊക്കെ 90% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ഗട്ടിലാണ്, ബ്രെയിനിലല്ല. അതായത് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ, നമുക്കൊരു ആങ്സൈറ്റി, ഉത്കണ്ഠ വർദ്ധിക്കുമ്പോൾ, ഫോക്കസ് ഇല്ല എന്നൊക്കെ തോന്നുമ്പോൾ, അതിന്റെ പ്രോബ്ലം നമ്മുടെ ബ്രെയിനിലല്ലായിരിക്കാം. 90% ആ പ്രശ്നം ഗട്ടിലായിരിക്കാം. ഇനി ഞാൻ മറ്റൊരു നമ്പറും കൂടി പറയാം. നേരത്തെ ഞാനൊരു നമ്പർ പറഞ്ഞു, 47:1. മറ്റൊരു നമ്പർ 38 ട്രില്യൺ ആണ്. ഇതെന്താണെന്ന് അറിയാവോ? 38 ട്രില്യൺ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ എണ്ണമാണ്. അതായത് ബാക്ടീരിയ, ഫംഗൈ, വൈറസ്, ഇങ്ങനെ 38 ട്രില്യൺ ലിവിങ് ബീയിങ്സ്, സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്നു. ഇവര് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് അല്ലെങ്കിൽ ആവശ്യമായ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്നു.
ഇൻഫ്ലമേഷൻ പോലെയുള്ള മെക്കാനിസങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ് മൈക്രോ ബയോം. ഇവരുടെ ടോട്ടൽ വെയിറ്റ് 200 ഗ്രാം ആണ്. അതായത് ഒരു ആവറേജ് ഒരു ആപ്പിളിന്റെ വെയിറ്റ് ഉണ്ട്. പക്ഷേ ഈ 200 ഗ്രാം നമ്മുടെ ജീവനെ നിയന്ത്രിക്കുന്നതാണ്, നമ്മുടെ ജീവൻ നിലനിർത്തുന്നതാണ്, ഓടിപ്പിക്കുന്ന ഈ മെഷീൻ, നമ്മുടെ ഈ ബോഡി ഒരു മെഷീനായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇതിനെ റൺ ചെയ്യുന്നത് ഈ മൈക്രോബയോമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്: ഈ 38 ട്രില്യൺ ഓർഗാനിസം ഇവരുടെ ആരോഗ്യം എങ്ങനെയാണ് എന്നതാണ്. ഇവർ ഹെൽത്തി ആണോ? ഇവർ ആക്റ്റീവ് ആണോ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ്, റിഫൈൻഡ് ഓയിൽ, ഷുഗർ, ആന്റിബയോട്ടിക്സ്, അതിന്റെ ഓവർ യൂസേജ്, മറ്റുള്ള മെഡിക്കേഷൻസ്, സ്ട്രെസ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഇതിന്റെ ശത്രുക്കളാണ്. ഈ ശത്രുക്കളെല്ലാം കൂടി ഈ മൈക്രോബയോമിനെ ഇല്ലാതാക്കും, വളരെ നിശബ്ദമായിട്ട് ഇതിനെ തകർത്ത് തരിപ്പണമാക്കും. ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു അമിനോ ആസിഡ് ഉണ്ട്, ഇതിന് ട്രിപ്റ്റോഫാൻ എന്നാണ് പറയുക. ഓക്കെ, ഈ ട്രിപ്റ്റോഫാനിനെ നമ്മുടെ ഈ ബാക്ടീരിയ ഇതൊരു ശരീരത്തിന് ഉതകുന്ന ഒരു ആസിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് IPA എന്നാണ് പറയുക. ഈ IPA നമ്മുടെ ബ്രെയിൻ സെൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യും, ന്യൂറോൺസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. അത് ഗട്ട് ലൈനിങ് അത് കറക്റ്റ് ആക്കും. അത് ന്യൂറോ ഡീജനറേഷൻ, അതായത് ഈ നെർവ് സെൽസിന്റെ ഡാമേജിനെ ഇല്ലാതാക്കും. അൽസൈമേഴ്സ്, പാർക്കിൻസൺസ് പോലെയുള്ള അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ IPA എന്ന് പറയുന്ന ഘടകം വളരെ ക്രൂഷ്യലാണ്. പക്ഷേ നമ്മുടെ മൈക്രോബയോം ഡാമേജ്ഡ് ആണെങ്കിൽ IPA ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലബോറട്ടറിയിൽ, വിറ്റാസ് അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ അവരുടെ ഒരു ഗട്ട് ഹെൽത്ത് ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഈ മാസം മുതൽ ഇവിടെ അവൈലബിൾ ആവുകയാണ്. മിക്കവാറും 20-ാം തീയതി മുതൽ അത് അവൈലബിൾ ആവും. ഇതും ബ്ലഡ് ടെസ്റ്റ് ആണ്. നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്ന്, വിരൽ തുമ്പിൽ നിന്ന് നമ്മൾ ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് അയക്കുക. ഓക്കെ, ഇതിനകത്ത് ഇതെല്ലാം TRP, IPA, കൈനൂറിനിൻ എന്നൊക്കെ പറയുന്ന ഇതിന്റെ ലെവൽസ് എല്ലാം മെഷർ ചെയ്യും. നമ്മുടെ ഗട്ട് ഹെൽത്ത് സ്കോർ, ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് സ്കോർ എന്താണ്? സെല്ലുലാർ ഹെൽത്ത് അസസ്മെന്റ് ആണ്. ഇത് ഗട്ട് ഹെൽത്ത്, ആ ഒരു സ്കോർ നമുക്ക് മെഷർ ചെയ്യും. അതായത് ഈ ഗട്ട് മൈക്രോബയോമിന്റെ സ്റ്റാറ്റസ്, എക്സാക്ട് നമ്പേഴ്സ്, ഇതെല്ലാം. ഇപ്പൊ സാധാരണ നമ്മൾ സ്റ്റൂൾ ടെസ്റ്റ് ഒക്കെ നമ്മൾ എല്ലായിടത്തും ചെയ്യാറുണ്ട്. ഈ സ്റ്റൂൾ ടെസ്റ്റിനകത്ത് ഗട്ട് മൈക്രോബയോമിന്റെ എക്സാക്ട് നമ്പർ ആണ്, എന്തെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. നമ്പേഴ്സ് അല്ല, ഇവർ ആക്റ്റീവ് ആണോ, ഇവർ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇവർ ഡോർമെന്റ് ആണെങ്കിലോ നമ്പേഴ്സ് അറിഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇത് കറക്റ്റ് അറിയാൻ പറ്റും. ഈ ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ഇത് കറക്റ്റ് അറിയാൻ പറ്റും. അതായത് എന്ത് സാധനങ്ങളാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്താണ് ഇവർ ബ്ലഡിലേക്ക്, ശരീരത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. സോ വാട്ട് ദേ ഡു ഇൻസൈഡ് ദ ഗട്ട് വി ക്യാൻ മെഷർ. അപ്പൊ വി ക്യാൻ ടെസ്റ്റ്, വി ക്യാൻ മെഷർ, വി ക്യാൻ കറക്റ്റ് ആൻഡ് വി ക്യാൻ റീടെസ്റ്റ്. ഇതാണ് സയൻസ്, ഇതാണ് പ്രോട്ടോകോൾ. അപ്പൊ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, കേരളം നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയും. പക്ഷേ ഇന്നിപ്പോ കേരളം ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ കൂടിയാണ്. ആൻഡ് ഹാർട്ട് ഡിസീസിന്റെ മോർട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ആവറേജിൽ നിന്ന് വളരെയധികം കൂടുതലാണ്. ഒരു ദിവസം 3000-ഓളം ആൾക്കാരാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഹൃദ്രോഗം കൊണ്ട് മരണപ്പെടുന്നതെങ്കിൽ കേരളത്തിൽ അതിന്റെ 10%-നേക്കാൾ കൂടുതൽ ആളുകൾ അത് കേരളത്തിൽ, ആ മരണപ്പെടുന്ന 3000-ൽ 10% കൂടുതൽ അത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. ക്യാൻസർ റേറ്റ്സ് എല്ലാ വർഷവും ഇത് കൂടിക്കൂടി വരികയാണ്. ഇതിന്റെ ഏറ്റവും വലിയ വേദനാജനകമായ വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറുപ്രായത്തിലാണ്, 30 വയസ്സിൽ, 40 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരാട്ടെ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഇതെന്തുകൊണ്ടാണ്?
നമ്മൾ ഇല്ലാത്ത ആൾക്കാരല്ല. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, അവെയർ ആണ്. പക്ഷേ നമ്മുടെ ഭക്ഷണ രീതി, ഫുഡ് കൾച്ചർ, ശരീരത്തിലേക്ക് കൊടുക്കുന്നത് മുഴുവൻ പ്രോസസ്ഡ് ഫുഡ്, ഒമേഗ 6 ഹെവി ആണ്. കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ മറ്റുള്ള റിഫൈൻഡ് ഓയിൽസ്, ഇപ്പം ഒന്നാമത്തെ കാര്യം അഡൾട്രേഷൻ നമുക്കറിയില്ല. ഓക്കെ. രണ്ട്, റിഫൈൻഡ് ആയിട്ടുള്ള മറ്റുള്ള സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, പ്രോസസ്ഡ് ആയിട്ടുള്ള സ്നാക്സ്, കേക്ക്, പാസ്ട്രി പോലുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ എല്ലായിടത്തും നിങ്ങൾ നോക്കൂ, പുതുതായിട്ട് തുടങ്ങുന്ന ഹോട്ടൽസ്, നമുക്ക് പേര് പോലും അറിയില്ല ഓരോ ഭക്ഷണത്തിന്റെ. ഇങ്ങനെയുള്ള കുറെ വെറൈറ്റി വെറൈറ്റി പേരിലുള്ള പല സാധനങ്ങളാണ് ഈ അടിച്ചു കയറ്റുന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്റേണൽ സ്കോർ, ഈ റേഷ്യോ, ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫിഷ് കഴിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യൂ. ഒന്നൊന്ന് ടൈപ്പ് ചെയ്യൂ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മീൻ കഴിക്കുന്ന ആൾക്കാർ. കാരണം നമ്മൾ കേരളത്തിൽ ജനിച്ച ആൾക്കാരാണല്ലോ. ഫിഷ് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് ആണ് ചോറും മീൻ കറി. ഓക്കെ. ഡെയിലി. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 3 ടൈംസ്, വെരി ഗുഡ്. ഒന്ന്. ഈ ഡെയിലി കഴിക്കുന്ന ആള്. ഓക്കെ, ഡെയിലി. ഓക്കെ. ഈ ഡെയിലി കഴിക്കുന്ന ആളുടെ ടെസ്റ്റ് ചെയ്തപ്പോ റേഷ്യോ എത്രയായിരുന്നു? വീഗൻ കൃഷ്ണദാസ് സർ. ഓക്കെ. ഡെയിലി വീഗൻ സോഴ്സിൽ നമുക്ക് ഒമേഗ 3 കിട്ടില്ല എന്നുള്ളതല്ല, കിട്ടും. പക്ഷെ വീഗൻ സോഴ്സും പ്രധാനമായിട്ട് നമുക്ക് ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, വാൽനട്ട്സ്, അവോക്കാഡോ, അതൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അറിവിലുള്ളത്. പണ്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇപ്പൊ നമുക്ക് നിലവിൽ ലഭിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ അതിനകത്ത് കിട്ടുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ALA, അതായത് ഈ EPA DHA എന്ന് പറയുന്ന ഫോമിലല്ല കിട്ടുക. ALA എന്നാണ് അതിന് പറയുക, ആൽഫ ലിനോളിനിക് ആസിഡ്. ഈ ALA EPA DHA ആയിട്ട് കൺവേർഷൻ നടക്കണം. കാര്യം EPA DHA ആണ് ഈ ബയോ അവൈലബിൾ, അല്ലെങ്കിൽ ഇത് സ്വീകാര്യമായിട്ടുള്ള കോശങ്ങളിലേക്ക് ആവശ്യമായ ഫോം എന്ന് പറയുന്നത് EPA DHA ആണ്. അപ്പൊ ഈ ALA അതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. ഇത് കൺവേർഷൻ നടക്കാനുള്ള സാധ്യത ഹ്യൂമൻ ബോഡിയിൽ 1% മുതൽ 5% വരെയൊക്കെയാണോ ഉള്ളൂ എന്നുള്ളതാണ് പുതിയ ഫാക്ട്, ഐ മീൻ സയന്റിഫിക് ഫൈൻഡിങ്സ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ നമ്മൾ എത്ര കഴിച്ചാലും, കിലോ കണക്കിന് കഴിച്ചാലും മതിയായ അളവിൽ EPA DHA ലഭിക്കണമെന്നില്ല. ഓക്കെ. അപ്പൊ അതാണ് ഒരു പ്രശ്നം. പിന്നെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് വീഗൻ സോഴ്സ് ആൽഗയൊക്കെയാണ്. ഓക്കെ. ഡെയിലി കഴിക്കുന്ന ആൾക്കാർ ഈ ഒമേഗ 6 ടു ഒമേഗ 3 റേഷ്യോ ടെസ്റ്റ്, ബാലൻസ് ടെസ്റ്റ് എടുത്ത് എത്ര പേരുണ്ട്? ജസ്റ്റ് സേ ആയി. ഓക്കെ. ജാസിറ. സോ ഓക്കെ, എന്തായിരുന്നു ജാസിന്റെ ഫസ്റ്റ് റേഷ്യോ എത്രയായിരുന്നു ഷിജു? ഓക്കെ. ജാസിന്റെ റേഷ്യോ എത്രയായിരുന്നു ഫ്രാങ്കി? 8:1. ഓക്കെ. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. സി, ദിസ് ഇസ് ദ ഡിഫറൻസ്. ആയി. ഓക്കെ. ഇസ്മായിൽ സർ, വാട്ട് വാസ് യുവർ ഫസ്റ്റ് റേഷ്യോ? ഓക്കെ. ഫിഷ് ഒക്കെ ഡെയിലി കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ 3.8:1. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഇതൊക്കെ വളരെ അപൂർവം ആൾക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സാർ, ഒമേഗ 3 വേറെ എന്തെങ്കിലും സപ്ലിമെന്റേഷൻ എടുത്തിരുന്നോ? ഇല്ല, ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിരുന്നു. ആ. കാലങ്ങളായിട്ട് ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പലപ്പോഴും ക്യാപ്സൂൾ കഴിക്കുന്ന ആൾക്കാരുടെയും ഫിഷ് കഴിക്കുന്ന ആൾക്കാരുടെയും ഒക്കെ നോക്കിയാൽ പോലും പലപ്പോഴും 15:1 അല്ലെങ്കിൽ 20:1, 4:1 വന്നാൽ പോലും ഇതൊരു ടേണിംഗ് പോയിന്റാണ്. ഇസ്മായിൽ സാറിന്റെ ഒക്കെ വളരെ നല്ല റേഷ്യോ. സോ കൺഗ്രാറ്റുലേഷൻ സർ. ഓക്കെ. ആക്ച്വലി വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ പ്രധാന മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നപ്പോൾ ഫിഷ് പലപ്പോഴും ആൾക്കാർ കഴിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഫാം റേസ്ഡ് ഫിഷ് ആയിരിക്കും. ഈ ഫാം റേസ്ഡ് ഫിഷിനകത്ത് ഒമേഗ 3 ഇല്ല. ഇപ്പൊ ഈവൻ വൈൽഡ് ഫിഷ് ആണെങ്കിൽ പോലും റെയർ ആണ് ഇപ്പോ. കാര്യം ഇത് പലതും പ്രോസസ്സിങ്ങിലും നമ്മുടെ ഫ്രൈ നമ്മൾ ചൂടാക്കുമ്പോഴും ഇതൊക്കെ അത് പോവും. ഒമേഗ 3 അത് ഡിസ്ട്രോയ് ആവും. ഇതാണ് റിയാലിറ്റി. ഇപ്പൊ ഞാൻ ലക്ഷദ്വീപിലെ ആൾക്കാരെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോലും ഒരു കുട്ടി ലക്ഷദ്വീപിൽ ടെസ്റ്റ് ചെയ്തതാണ്, 100 സംതിങ് ആണ് ആ കുട്ടി. അല്ല, യാ കറക്റ്റ്, 130:1. ഇതാണ് റിയാലിറ്റി. അപ്പൊ ഒരു ടെസ്റ്റ് ചെയ്ത് നമ്പർ അറിഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്യുക. അപ്പൊ അതേപോലെയാണ് നമുക്ക് ഈ ഗട്ട് ഹെൽത്ത്, നമുക്കിത് അറിയാൻ പറ്റും. ഇനി ഇത് ഗട്ട് ഹെൽത്തിന്റെ ടെസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഗട്ട് ഹെൽത്ത് ഇത് നമ്മൾ സ്കോർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുക? അതിനുള്ള പ്രോട്ടോകോൾ ആണ് ഫൈബർ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോശങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വേണം. കാർബോ വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം. ഇപ്പൊ ഞാൻ ഫാറ്റിനെ പറ്റി പറയുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടാൻ സാധ്യതയില്ല. നമുക്കിത് സപ്ലിമെന്റ് ആയിട്ട് എടുത്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ. അത്ര വലിയ അളവിൽ ഇപ്പോൾ ഫിഷ് കഴിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മാർക്കറ്റിൽ കിട്ടുന്ന സപ്ലിമെന്റ് വാങ്ങിച്ച് നമ്മൾ ബോഡിയിൽ ടോക്സിക് ലോഡ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ഒരു പരിഹാരമല്ല.
അപ്പൊ അതിന് ഏറ്റവും ശരിയായ ഒരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത്. ഓക്കെ, ഇനി ഗട്ടിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഈ ഗട്ട് മൈക്രോബയോം നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ മൈക്രോബ്സിന് വേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബറാണ്. കോശങ്ങൾക്ക് ഈ സാധനങ്ങൾ വേണ്ടതുപോലെ, അതായത് കാർബോ, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വെള്ളം, ഇതൊക്കെ കോശങ്ങൾക്ക് ആവശ്യമാണ് എന്നതുപോലെ ഈ ഗട്ട് മൈക്രോബയോമിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് ഫൈബർ. അതാണ് അതിന്റെ സൊല്യൂഷൻ. അതിനകത്ത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ബാലൻസ് ടെസ്റ്റ് നമുക്ക് വീട്ടിൽ ചെയ്യാം, അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തും നമുക്ക് വീട്ടിൽ ചെയ്യാം. സെയിം പ്രോസസ്സാണ്. നമുക്ക് TRP, IPA, കൈനൂർ ലെവൽസ് എല്ലാം ആദ്യം അറിയാം. ഓക്കെ, ഇത് നമ്മുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാലൻസ് ഓയിൽ നമുക്ക് ഒരു നോർവീജിയൻ വൈൽഡ് കോട്ട് ഫിഷ് ഓയിൽ ആണ്, പ്ലസ് സ്പാനിഷ് ഒലിവ് പോളിഫിനോൾസ് ആണ്. പോളിഫിനോൾസ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷനെ കൂടി അത് ഇല്ലാതാക്കും. ഹൈലി സർട്ടിഫൈഡ് ആണ്. ലോകത്തിൽ ഇത്രയും ടോട്ടോക്സ് വാല്യൂ ഉള്ള ഒരു ഫോർമുലേഷൻ പോലും നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, നമുക്ക് ഈ പറയുന്ന പോലെ 3 to 4 മന്ത്സിനകത്ത് നമുക്ക് റേഷ്യോ നമ്മൾ 47:1 നിന്ന് 3:1 കറക്റ്റ് ആകും. ഇനി സിനോബയോട്ടിക് പ്ലസ് എന്താണ്? ഇതിനകത്ത് 8 നാച്ചുറൽ ഡയറ്ററി ഫൈബർ ആണ്. 8 നാച്ചുറൽ ഡയറ്ററി ഫൈബർ. ഇതാണ് നമ്മുടെ ഇവരുടെ ഭക്ഷണം. ഈ മൈക്രോബയോമിന് വേണ്ട ഭക്ഷണം അതാണ്. ഫൈബർ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയക്കാണ് വേണ്ടത്. അതായത് ചിക്കറി, ഓട്ട് ബ്രാൻ, ആപ്പിൾ പോലെയുള്ള സാധനങ്ങൾ, ഇത് നമ്മുടെ എന്താ പറയാ, ബനാന, സൈലം ഹസ്ക്, ഇങ്ങനെ പോലെ നമുക്കൊരു 8ഓളം ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതാണ് മൈക്രോബയോംസിന്റെ ഭക്ഷണം. ഇത് ഒരു ഡൈവേഴ്സിറ്റി അവിടെ റീബിൽഡ് ചെയ്യും. മൈക്രോബയോം ഡൈവേഴ്സിറ്റി റീബിൽഡ് ചെയ്യും. ഗട്ട് ലൈനിങ്ങിനെ അത് ഹീൽ ചെയ്യും. ഇൻഫ്ലമേഷനെ അത് ഇല്ലാതാക്കും. ഇത് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഗ്രോ ചെയ്യും, അവരവിടെ പണിയെടുക്കും. ഇത് കിട്ടാതാവുമ്പോൾ അവർ പതിയെ പതിയെ ഇല്ലാതാവും. ബാഡ് ബാക്ടീരിയ കൂടും. അപ്പൊ നമുക്ക് ഈ പറയുന്ന നല്ല വസ്തുക്കൾക്ക് പകരം മോശം സാധനങ്ങളായിരിക്കും ഭക്ഷണത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാലും അത് കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഈ നമ്മളൊരു ഹെൽത്ത് പ്രോട്ടോകോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു ഹെൽത്ത് പ്രോട്ടോകോൾ ആണ് ഈ സെൻസിനോ ഹെൽത്ത് പ്രോട്ടോകോൾ. ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യുക, നമ്മളത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. രണ്ടാമത് റീസ്റ്റോർ ചെയ്യുക. നമ്മുടെ ഗട്ടിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യുക, സെൽസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ദെൻ എനർജി സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇതെല്ലാം സിൻസിനോ കമ്പനിയുടെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇതൊന്നും ഒരു ജനറിക് സപ്ലിമെന്റ്സ് അല്ല. ഇതെല്ലാം ഫാർമക്കോ ന്യൂട്രീഷൻ അല്ലെങ്കിൽ സ്പോർട്സ് ന്യൂട്രീഷൻ കാറ്റഗറിയിൽ വരുന്ന ഫോർമുലേഷൻസ് ആണ്. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും, ഇപ്പൊ നമ്മൾ ഈ ഒളിമ്പിക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് ഒളിമ്പിക് മെഡൽ വിന്നേഴ്സ് ഒക്കെ സിൻസിനോന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ്. അതൊരു പെയ്ഡ് ആയിട്ട്, അതായത് ഇപ്പൊ ഒരു പൈസ കൊടുത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരു സെലിബ്രിറ്റിയെ വിളിച്ചു കൊണ്ടുവന്ന് കാശും കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിയല്ല. ഇവര് സെലിബ്രിറ്റീസ് ഇവരുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആവുന്നത് ഇവരുടെ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാര്യം ഒരു ബ്രാൻഡ് അംബാസഡർ ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡക്ട്സ് കോംപ്ലിമെന്റ് ആണ്. അതാണ് അവരുടെ ഗുണം. അപ്പൊ അത്തരത്തിലുള്ള പ്രോട്ടോകോൾ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് സെൻസിനോ ഹെൽത്ത് പ്രോട്ടോകോൾ നമുക്ക് വളരെ ഈസി ആയിട്ട്, അതായത് നമ്മുടെ ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന്, നമുക്കും നമ്മുടെ കുടുംബത്തിനും നമുക്ക് നമ്മളെ അതിജീവിപ്പിക്കുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശരിയായ ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഹെൽത്ത് പ്രോട്ടോകോൾ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇത് സെല്ല് ചെയ്യുക എന്നതല്ല ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഓക്കെ, ഞാൻ നിങ്ങളൊരു സുഹൃത്തായിട്ട് കാണാം. ഞാനൊരു ഒരു ഒരു ഫാർമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സുഹൃത്തായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ലൈഫ് ചേഞ്ച് റിസൾട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ട്, ഇപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പൊ ലൈഫ് ചേഞ്ച് ആയതുകൊണ്ട് ഇത് ശരിയായൊരു സൊല്യൂഷൻ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇപ്പോ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്. ഒട്ടുമിക്ക ആൾക്കാരുടെയും ഡോക്ടേഴ്സിന്റെ പോലും, ഇപ്പൊ ഞാനൊരു ബാംഗ്ലൂർ കാർഡിയോളജിസ്റ്റിന്റെ ടെസ്റ്റ് റേഷ്യോ നോക്കിയപ്പോൾ 112:1 ആണ്. കാർഡിയോളജിസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, 112:1. ഇപ്പൊ അദ്ദേഹം നമ്മുടെ ബാലൻസ് ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ സയന്റിസ്റ്റ് 74:1 ആയിരുന്നു. 14 വർഷത്തോളം ഈ പറയുന്ന സാധനങ്ങൾ omega-3 ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. 74:1. 5 മാസം ഇത് കഴിച്ചപ്പോൾ 3.5:1 ആയി. ഓക്കെ, അതുപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർ BP മെഡിക്കേഷൻ കുറഞ്ഞ ആൾക്കാരുണ്ട്, കുറച്ച ആൾക്കാരുണ്ട്, നിർത്തിയ ആൾക്കാരുണ്ട്, എനർജി ലെവൽ കൂടിയ ആൾക്കാരുണ്ട്. ഇതൊന്നും ഒരു മിറാക്കിൾ അല്ല. ഓക്കെ,
അതായത് നമ്മുടെ ശരീരത്തിൽ ശരിയായ റേഷ്യോ, നേരത്തെ പറഞ്ഞ ഈ പറയുന്ന റേഷ്യോകളൊക്കെ കറക്റ്റ് റീസ്റ്റോർ ചെയ്തതിന്റെ അനന്തരമായിട്ട് സംഭവിക്കുന്ന റിസൾട്ട്സ് ആണ്. അപ്പൊ ശരീരത്തിന് വേണ്ടത് നമ്മൾ കൊടുത്തപ്പോ ശരീരം എന്തായി? ഹീലായി. ദാറ്റ് സിമ്പിൾ. ഓക്കെ. ഇനി നിങ്ങൾ ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ, ഇല്ലെങ്കിൽ നോ. ഉണ്ടെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യൂ, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യൂ. യെസ്. നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ആളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ കാര്യങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു 5 മിനിറ്റ് നമുക്ക് Q&A സെഷനായിട്ട് മാറ്റിവെക്കാം. നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. ചോദിക്കുന്ന കാര്യം അതിപ്പോ നിങ്ങൾ അത് ചോദിക്കുന്നത് മോശമാവുമൊന്നുമില്ല. കുഡ് യു സെൻഡ് ടുഡേസ് മീറ്റിംഗ് റെക്കോർഡിംഗ്? യെസ് സർ, ഷുവർ, ഡെഫിനറ്റ്ലി വിൽ സെൻഡ്. Interested? Okay. So you just discuss with the person who invited you to this meeting. അവരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ട ഒരു വാർത്ത, ഒരു കൊച്ചു കുട്ടീനെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ അമ്മ ഒരുപക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാമല്ലോ, ഞാൻ ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ഒരു ടെസ്റ്റ് ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അങ്ങനെ ഒരു ചോദ്യം ഇന്ന് ആ ഒരു അമ്മയുടെ മനസ്സിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഫീലിംഗ്? എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ദിസ് ഈസ് വാട്ട് മൈ പർപ്പസ്. ഇതൊരു ബിസിനസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഒരു കാര്യമാണ് ഐ വാണ്ട് ടു ഷെയർ. ദാറ്റ്സ് വൈ ദിസ് സൺഡേ വെൽനസ് സെഷൻ. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഫാർമയിൽ നിന്നൊരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇത് വിറ്റ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് എനിക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. ഈസി ആയിട്ട് ഇതിനേക്കാൾ കുറഞ്ഞ വിലയിലും കൂടുതൽ ലാഭത്തിലും നമുക്ക് വിൽക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഉണ്ട്. ദെൻ വൈ വി ഷെയർ ദിസ് പ്രോജക്റ്റ്? കാര്യം ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക്, കുട്ടികൾക്ക് നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. യെസ് സർ. അപ്പൊ ആരോഗ്യം നമ്മളതൊരു ഊഹിച്ച് എന്തെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇന്നെല്ലാം സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. എല്ലാത്തിനും നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം, മെഷർ ചെയ്യാം. സയന്റിഫിക് ആണ് എല്ലാം. അതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. ശരിയായ ഹീലിംഗ് സിസ്റ്റം, അതായത് ഒരു നമ്പർ വന്ന് റിയാക്ട് ചെയ്ത നമ്പറിനെ മാനേജ് ചെയ്ത് നമ്മൾ ആയുഷ്കാലം മുഴുവൻ പോകുന്നതിന് പകരം ഇതെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. സോ ബാലൻസ് യുവർ സെൽസ്, റീസ്റ്റോർ യുവർ ഗട്ട് ആൻഡ് റീക്ലെയിം യുവർ ലൈഫ്. Thank you so much for joining us, and thank you for gifting your time, valuable time with us, for us, spending with us today, tonight. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. If you have any questions, you can come forward and ask. അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും 1-2 പേർക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇതുവരെ ഷെയർ ചെയ്യാത്ത പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഓക്കെ. അങ്ങനെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. കാര്യം ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന, പുതുതായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ജെന്യൂൻ ആയിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ് എന്താണ്, മാറ്റം എന്താണ്, എത്ര മാസം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. ആർക്കാണ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക? ആരും ഇല്ലേ? സർ, ഇസ്മായിൽ സർ, പറയൂ സർ. സാറിന്റെ ഫസ്റ്റ് ടെസ്റ്റിന് 3.3. ഗുഡ് ഈവനിങ് ടു ഓൾ ലീഡേഴ്സ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ മുഹമ്മദ് ഇസ്മായിൽ, ദമാം, സൗദി അറേബ്യയിൽ നിന്ന് ജോയിൻ ആയിരിക്കുന്നു. ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിരുന്നു. ആദ്യത്തെ ഒരു ബോട്ടില് ബാലൻസ് ഓയിൽ കൊടുത്തു, രണ്ടാമത്തെ ഒരെണ്ണം വേണ്ടി കൊടുക്കാൻ പോയി. ആ സമയത്ത് അവരുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ വല്ലാതെ എനിക്കൊരു ഇതായിട്ട് തോന്നി. എനിക്ക് ഞാൻ ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയായിട്ട് തോന്നി. അവർക്ക് ഏറ്റവും വലിയ റിസൾട്ട് കിട്ടിയത് 1 മാസം കൊണ്ട് അവരുടെ ഹെയർ ഫോൾ കംപ്ലീറ്റ് മാറി. മറ്റത് കുളിച്ചു കഴിയുമ്പോൾ ബാത്റൂമിൽ ഒരു കെട്ട് മുടി ഉണ്ടാവും എന്നാ പറഞ്ഞത്.
ഈ ഒരു മാസം കൊണ്ട് മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് മാറി. പിന്നെ അവർക്ക് മറ്റേ ഇതുണ്ട്, മറ്റേ കൊളസ്ട്രോളിന്റെ കുറെ ഇതുണ്ട്. കൊളസ്ട്രോൾ കൂടിയ ആൾക്കാർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന, ഒരു ഉന്മേഷക്കുറവ്, ഇതൊക്കെ മാറി കിട്ടി. അവർ നേഴ്സാണ്, റിയാദിലെ ഗവൺമെന്റ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. അപ്പൊ അവര് നല്ല റിസൾട്ട് അവര് പറഞ്ഞു. ഒമേഗ 3യെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, പക്ഷെ ഇത് ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടാമത്തെ ബോട്ടിലും കൂടി ഇന്നലെ വാങ്ങി, ഇന്നലെ കൊടുത്തിട്ടാ പോകുന്നത്. അപ്പോൾ വളരെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ നല്ലത്. പിന്നെ എൻ്റെ സ്വന്തം സിസ്റ്റർക്ക് കാലങ്ങളായിട്ടുള്ള നടുവേദനയുണ്ട്. ഇപ്പൊ 4 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ നടുവേദന വളരെയധികം വ്യത്യാസം വന്നു. ഇപ്പൊ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അത് ആ ഇൻഫ്ലമേഷൻ കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പൊ ലിറ്റി മാഡത്തിനൊക്കെ വന്ന റിസൾട്ട് പോലെ തന്നെ ലിറ്റി മാഡത്തിന്റെ എനിക്കറിയാം, നേരിട്ട് ഞാൻ പോയി പരിചയപ്പെട്ടു, അനുഭവം ചോദിച്ചു പറഞ്ഞാണ്. അപ്പൊ അതിന് മുട്ടുവേദനയൊക്കെ മാറി, സ്റ്റെപ്പൊക്കെ ചാടി ഓടി കയറുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം പ്രൗഡ് തോന്നി. ഇങ്ങനെ പ്രൊഡക്റ്റ് നമ്മളതിന്റെ ഒരു പാർട്ടാണല്ലോ എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ ഒരു പ്രൊഡക്റ്റും ഇത്രയും നല്ല റിസൾട്ട് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 20 വർഷമായിട്ട് ഒമേഗ 3 ക്യാപ്സ്യൂൾ, അതായത് യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഉപയോഗിച്ചിട്ട് പോലും എനിക്ക് ഇത്രയും ആകെ ഉള്ളത് കുറച്ച്, ഇപ്പൊ ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ 3.8:1 കിട്ടി എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ എന്നാലും ഇത്രയും ഗുഡ് റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിലും ഈ പ്രായത്തിലും ആവശ്യത്തിന് മുടി, പുതിയതായിട്ട് മുടി വളരുന്നുണ്ട്, ഉള്ള മുടി നല്ല സ്ട്രോങ് ആണ്. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഓക്കെ, Okay, താങ്ക് യു സോ മച്ച്. thank you, Ismail sir. Thank you for sharing your experience and your personal story. ഓക്കെ, ഇനി ആർക്കാണ് ഒന്നോ രണ്ടോ പേർ കൂടി വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവുന്നത്? സാറേ, ഞാൻ രാജീവാണ്, എറണാകുളം. പറയൂ സർ. ഞാൻ ഇസ്മായിൽ സാറിനെ കണ്ടിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായി. ഒന്നും കൂടി ചുള്ളനായ ആള്, ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പൊ എനിക്കും ഈ പറഞ്ഞ പോലെ 8 മാസമായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. മിസ്റ്റർ ഇസ്മായിൽ സാറിനും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു 4-5 മാസമായെന്ന് എനിക്കറിയാം. അപ്പൊ എന്റെയും റിസൾട്ട് ഭയങ്കര അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഡയബറ്റിക് ആണ്, ഓൾറെഡി കാർഡിയാക് ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്. അപ്പോ ഈ സ്റ്റോറി പറഞ്ഞപ്പോ ഞാൻ കൊടുത്ത 1-2 ഫാമിലി, ലിറ്റി ടീച്ചർ ഞാൻ തന്നെ കൊടുത്ത ഫാമിലിയാണ്. അങ്ങനെ ഒട്ടേറെ പേർക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടുകൾ, ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക് അല്ല, ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു സത്യമായുള്ളൊരു കാര്യം. അത് ഷായ് സാറിനെ പോലുള്ള ആൾക്കാരുടെ ഹൃദയത്തിലൂടെ ഇത് കേട്ടപ്പോൾ, വാക്കുകളിലൂടെ കേട്ടപ്പോൾ ഒട്ടേറെ ഫാമിലി നിന്ന് എൻ്റെ ദുബായിൽ നിന്നൊക്കെ ഇതിനകത്ത് ഉണ്ട്, മീറ്റിംഗിലുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഷായ് സാർ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ടൈം ഈസ് അപ്പ്. എന്തായാലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് കൂടുതൽ സംസാരിക്കാം. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ പിന്നീട് എപ്പോഴെങ്കിലും കൂടുതൽ കാര്യങ്ങളോ അറിയണമെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു അസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, സ്നേഹം. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം 8:30 നമുക്ക് വീണ്ടും കാണാം. വിശേഷങ്ങൾ പങ്കുവെക്കാം, ആരോഗ്യപരമായ ഒരു ഡിസ്കഷൻ നമുക്ക് നടത്താം. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കള്, അവരോടൊക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഒപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെയുള്ള കമ്മ്യൂണിറ്റിയാണ്. സോ യു ക്യാൻ ഗെറ്റ് മെഡിക്കൽ അഡ്വൈസ് ആസ് വെൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലവിലെ രോഗങ്ങളോ ചികിത്സയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഡോക്ടറുടെ അഡ്വൈസിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങളിത് കഴിക്കാൻ തുടങ്ങുവാണെങ്കിലും ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ഇങ്ങനൊരു സാധനം നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ആ ഡോക്ടർക്കും പറഞ്ഞു തരാൻ സാധിക്കും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആരോഗ്യ സൗഖ്യം നേരുന്നു. താങ്ക് യു സോ മച്ച്. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ. Good night. ബൈ. Right, thank you.